ഹലോ ഗൈസ്, നമ്മൾ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ഇറച്ചി വയ്ക്കാനുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ കരിവേപ്പിലയും വെച്ച് വന്ന് ബീഫ് എടുത്ത് വെള്ളത്തിലിട്ടു. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അകത്ത് മസാലയൊക്കെ പുരട്ടി, കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി, എന്നിട്ട് സവാളയും കൊച്ചുള്ളിയൊക്കെ തൊലിച്ചു. എന്നിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് വഴട്ടി, കരിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ച് കേട്ടോ. എന്നിട്ടാണ് വഴട്ടുന്നത്. അങ്ങനെ വഴട്ടി അതിനുശേഷം പിന്നീട് നമ്മുടെ ഒരു മസാലക്കൂട്ടാണ് കേട്ടോ ഇത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല എല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് മൂപ്പിച്ചിട്ട് കുരുമുളക് പൊടി മറ്റേ ഇതിൻ്റെ അകത്തൊന്ന് ഇട്ടു വഴട്ടി. എന്നിട്ട് ഈ മസാല എടുത്ത് അതിൻ്റെ അകത്ത് അങ്ങ് തട്ടും. അതിൻ്റെ അകത്ത് തട്ടിയിട്ട് നല്ല ഇണക്ക് വഴട്ടി ഒരു കറുപ്പ് രൂപത്തിലാക്കി എടുക്കും. എന്നിട്ട് ബീഫ് കുക്കറിലിട്ട് വേവിച്ച് കേട്ടോ, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട്. എന്നിട്ട് അതിന് ശേഷം അതും ഇതും എല്ലാം കൂടി ഇട്ട് ഒന്ന് റെഡിയാക്കി സെറ്റാക്കി നല്ല ചൂടുവെള്ളം ഒഴിച്ച് ബീഫ് ഇതാ ഇങ്ങനെ കിടന്ന് തിളക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ നല്ല ചൂട് ചോറും ബീഫിൻ്റെ എല്ലും അതുപോലെ തന്നെ ബീഫിൻ്റെ എല്ലും എന്തോ പറയുന്ന കൊഴുപ്പും ഒക്കെ എടുത്ത് വെച്ച്, എന്നിട്ട് ലാസ്റ്റ് മാങ്ങാച്ചാറും നല്ല ക്യാരറ്റ് തോരനും ഒക്കെ കൂട്ടി കഴിച്ചു ഗൈസ്. അപ്പോൾ നാളെ കാണാം അടുത്ത വ്ളോഗിൽ. ടാറ്റാ ബൈ. ഇതാണ് നമ്മുടെ